നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി. സപ്തഭാഷാ സംഗമഭൂമിയിൽ സത്യപ്രതിജ്ഞയിലും ഭാഷാ വൈവിധ്യം. കാസർഗോഡ് നഗരസഭയിലേക്ക് അംഗങ്ങൾ വിവിധ ഭാഷകളിലായാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗോവിന്ദപ്പൈ സ്മാരകമായ ഗിളിവിണ്ടുവിൽ നടന്നു. മംഗൽപാടി പഞ്ചായത്തിൽ ഷമീന ടീച്ചർ സത്യപ്രതിജ്ഞ ചെയ്തത് ഉറുദു ഭാഷയിൽ. കാസർഗോഡ് കോലീബി സഖ്യം ആരോപിച്ച് CPIM. ദേലമ്പാടി പഞ്ചായത്തിൽ BJP, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്ന് CPM ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഡിസംബറിലെ തണുത്ത പകലുകളെ ആവേശഭരിതമാക്കി ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് മത്സരം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ പ്രതികളിലൊരാളായ K വിജയന്റെ വീട്ടിൽ നിന്നും വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപകൽ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണുന്ന യന്ത്രവും കണ്ടെത്തി. ചട്ടഞ്ചാൽ വെണ്ടിച്ചാലിലെ K വിജയന്റെ ചെർക്കള കോലാച്ചിയടുക്കത്തുള്ള വീട്ടിലെ ഷെഡിൽ സൂക്ഷിച്ച നിലയിലാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത്. 2000 രൂപയുടെ 2500 കള്ളനോട്ടുകളും 1000 രൂപയുടെ 50 കള്ളനോട്ടുകളുമാണ് പിടികൂടിയത്. ഇതോടൊപ്പം പിൻവലിച്ച 500 രൂപയുടെ നിലവിലില്ലാത്ത 100 നോട്ടുകളും പിടികൂടി. ഇടപാടുകാർക്ക് നൽകുന്നതിനായി കെട്ടുകളിലാക്കിയ നിലയിലായിരുന്നു നോട്ടുകൾ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ 17-ാം തീയതി രാവിലെ ഒരു മുഹമ്മദ് ഹനീഫ് എന്നൊരാൾ, ആദ്യം ആളെ തിരിച്ചറിഞ്ഞിരുന്നില്ല, ഒരാളെ കാസർഗോഡ് കറന്തക്കാട് ഉടുപ്പി ആര്യഭവൻ ഹോട്ടലിന് മുമ്പ് നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ വരികയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് മംഗലാപുരം അന്വേഷിച്ചപ്പോൾ മംഗലാപുരം ചെക്ക് പോസ്റ്റ് പാസ്സായി പോയിരുന്നു. അതിനുശേഷം SP സാറ് നമ്മുടെ കർണാടകത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ സക്ലേഷ് തടഞ്ഞു വെക്കുകയും ഞങ്ങൾ പോയി കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇത് പഴയ നോട്ട് ഡീലിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും അങ്ങനെ ഇവിടെ ഒരാളെ ഇവിടുത്തെ ടീം ഒരാളെ ഇവിടെ തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കൂട്ടത്തിലാണ് ഇവിടെയുള്ള ഒരുത്തരം കൂടി അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അങ്ങനെ ഈ സിദ്ധണ്ണ ഓങ്കാർ എന്ന് പറയുന്ന ആന്ധ്രക്കാരൻ ഒരാളുടെ പരാതി പ്രകാരമാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ ഞങ്ങൾ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെരീഫ്, വിജയൻ, നൂറുദ്ദീൻ, പിന്നെ ഹനീഫിനാണ് മറ്റേതിൽ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇതിൽ ഇവരോട് പറഞ്ഞത് പഴയ നമ്മൾ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ നിരോധിക്കപ്പെട്ട നോട്ട് 1 കോടി നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ, അതായത് 2 കോടിക്ക് 1 കോടി പുതിയ പൈസ കൊടുക്കുന്നതാണ് ഇവരോട് പറഞ്ഞത്. അങ്ങനെ ഇവർ ഈ പറയുന്ന ഷെരീഫിന് ആദ്യം 1 ലക്ഷം രൂപയും പിന്നെ 6 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരാൾ വന്ന് ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇത് ഫേക്ക് നോട്ടാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവർ തിരിച്ചു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് ഒരാൾ ഇവിടെ തടഞ്ഞു വെക്കുകയും മറ്റവർ ഇവരെ കൂടെയുള്ള ഒരാളെ എടുത്തു കൊണ്ടുപോയി ചെയ്തത്. അങ്ങനെ അന്വേഷണം നടത്തിയതിൽ ഈ വിജയ് എന്ന് പറയുന്ന ചെർക്കള കോലാച്ചിയടുക്കം സ്വദേശി അവരെ വീട്ടിൽ നിന്ന് പിന്നെ 2000-ൻ്റെ ഒരു 2600 പഴയ നോട്ടുകളും 1000-ൻ്റെ ഒരു 120ഓളം നോട്ടുകളും 500-ൻ്റെ ഒരു 400 നോട്ടുകളും ഞങ്ങൾ സീസ് ചെയ്തിട്ടുണ്ട്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി ടൗൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് വിജയന്റെ വീട്ടിൽ കള്ളനോട്ട് ശേഖരമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകളും നോട്ടെണ്ണുന്ന യന്ത്രവും കണ്ടെത്തിയത്. നിരോധിത നോട്ടിടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരിലാണ് മുഹമ്മദ് ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ 2 കേസുകളിലായി 8 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സപ്തഭാഷാ സംഗമ ഭൂമിയിൽ സത്യപ്രതിജ്ഞയിലും ഭാഷാ വൈവിധ്യം. കാസർഗോഡ് നഗരസഭയിലേക്ക് അംഗങ്ങൾ വിവിധ ഭാഷകളിലായാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട KM ഹനീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആയിഷ സലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിറോസ് അഴിക്കത്തുവരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. I, Shruti K.S., having been elected as a councillor of Kasaragod Municipal Council, do swear in the name of God, do solemnly swear that I will bear the true faith and neglect allegiance to the Constitution of India as by law established, and that I will faithfully discharge the duty upon which I am about to enter to the best of my ability, knowledge and judgment, without fear or favor, affection or malice. ಕಾಸರಗೋಡು ನಗರಸಭೆಯ ಕೌನ್ಸಿಲರ್ ಆಗಿ ಆಯ್ಕೆಯಾದ ವಿದ್ಯಾ MKM ನಾನು ನಿಯಮಾನುಸೃತವಾದ ಜಾರಿಗೊಂಡ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ನಿಜವಾದ ನಂಬಿಕೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದುತ್ತೇನೆ ಮತ್ತು ನನ್ನ ಅಧಿಕೃತ ಕರ್ತವ್ಯವನ್ನು ಭಯ, ಒಲವು, ವಾತ್ಸಲ್ಯ ಅಥವಾ ದುರುದ್ದೇಶವಿಲ್ಲದೆ ನಿರ್ವಹಿಸುತ್ತೇನೆ. ಈ ಹುದ್ದೆಯ ಕರ್ತವ್ಯಗಳನ್ನು ನನ್ನ ಸಾಮರ್ಥ್ಯ, ಜ್ಞಾನ ಮತ್ತು ವಿಚೇತನೆಗೆ ತಕ್ಕಂತೆ ನಿಷ್ಠೆಯಿಂದ ನಿರ್ವಹಿಸುತ್ತೇನೆ ಎಂದು ದೇವರ ಹೆಸರಲ್ಲಿ ಸತ್ಯಪ್ರತಿಜ್ಞೆ ಮಾಡುತ್ತೇನೆ. കാസർഗോഡ് നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഭാഷാ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. 39 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു ചടങ്ങ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ വരണാധികാരിയായ ഹരികൃഷ്ണൻ മുതിർന്ന അംഗം 27-ാം വാർഡിൽ നിന്നുമുള്ള KM ഹനീഫിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പിന്നീട് ഓരോ അംഗങ്ങൾക്കും KM ഹനീഫ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് ക്രമനമ്പർ പ്രകാരമാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അംഗങ്ങളിൽ കൂടുതൽ പേരും മലയാളത്തിലും കന്നഡയിലും മറ്റുള്ളവർ ഇംഗ്ലീഷിലും തുളുവിലും സംസ്കൃതത്തിലും സത്യപ്രതിജ്ഞ ചൊല്ലി. ഇത്തരത്തിൽ 5ഓളം ഭാഷകളിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അല്ലാഹുവിന്റെ നാമത്തിലും ദൈവനാമത്തിലും ഈശ്വരനാമത്തിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി. ദൈവകുലങ്ങളുടെ നാമത്തിലും ശബരിമല ശാസ്താവിന്റെ നാമത്തിലും ചില അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തിങ്ങി നിറഞ്ഞ വലിയ ജനക്കൂട്ടത്തിനു മുന്നിലായിരുന്നു അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തത്. വൈവിധ്യങ്ങളുടെ നാടിനിത് പുതുമ അല്ലെങ്കിലും ചടങ്ങിനെത്തിയവർക്ക് ഇത് കൗതുകമായി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു. മുതിർന്ന അംഗം KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിലും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതത് വരണാധികാരികളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മിക്കയിടങ്ങളിലും ആദ്യം മുതിർന്ന അംഗത്തിന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് മുതിർന്ന അംഗം മറ്റംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്നത്. ജില്ലയിലെ മുഴുവൻ തദ്ദേശ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ സമാധാനപരമായാണ് പൂർത്തിയായതെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും 3 നഗരസഭകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒരേ സമയമാണ് നടന്നത്. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും 3 നഗരസഭകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഒരേ സമയം നടന്നത്. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ച സാഹചര്യത്തിലാണ് അവധി ദിനമായിട്ടും ഞായറാഴ്ച തന്നെ ചടങ്ങുകൾ നടത്തിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും മുതിർന്ന അംഗമായ രാമപ്പ മഞ്ചേശ്വരയ്ക്കാണ് കളക്ടർ ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ബദിയടുക്ക ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന 74 വയസ്സുകാരനായ രാമപ്പ മഞ്ചേശ്വര സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മറ്റ് 16 ഡിവിഷനുകളിലെയും ജനപ്രതിനിധികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അലി ഹർഷാദ് വോർക്കാടി, JS സോമശേഖര, O വത്സല, സാബു എബ്രഹാം, റീന തോമസ്, ബിൻസി ജെയിൻ, K കൃഷ്ണനൊക്ലാവ്, M മനു, ഡോക്ടർ സെറീന സലാം, K സബീഷ്, KK സോയ, TV രാധിക, സുകുമാരി ശ്രീധരൻ, ജസ്ന മനാഫ്, PB ഷഫീഖ്, അസീസ് കളത്തൂർ, ഇർഫാന ഇക്ബാൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി അധികാരമേറ്റ മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവർ സംബന്ധിച്ചു. ADM P അഖിൽ, LSGD ജോയിന്റ് ഡയറക്ടർ R ഷൈനി, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, മുൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സ്ഥാനാർത്ഥികളുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗോവിന്ദപ്പൈ സ്മാരകമായ ഗിളിവിണ്ടുവിൽ നടന്നു. ഇതിനിടെ മംഗൽപാടി പഞ്ചായത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി V ഷമീന ടീച്ചർ ഉറുദു ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കൗതുകം നിറച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗോവിന്ദപ്പൈ സ്മാരകമായ ഗിളിവിണ്ടുവിൽ നടന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി അധികാരം ഏറ്റെടുത്തു. ഇതിനിടെ മംഗൽപാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായ ഷമീന ടീച്ചർ ഉറുദു ഭാഷയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കൗതുകം നിറച്ചു. അതേസമയം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 3 വനിതാ അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷം നേടിയാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ അധികാരം നേടുവാൻ ഒരുങ്ങുന്നത്. ഫലം പ്രഖ്യാപിച്ച ദിനം മുതൽ തന്നെ പഞ്ചായത്ത് രാഷ്ട്രീയ രംഗം സജീവമായിരുന്നു. പുതിയ ഭരണ സംവിധാനത്തിന്റെ ദിശയും മുൻഗണനകളും സംബന്ധിച്ച ചർച്ചകൾ വിവിധ തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. UDFന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനകത്ത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം നടക്കുന്നതായാണ് വിവരം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെത്തുമെന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. അംഗങ്ങളുടെ എണ്ണം, ആഭ്യന്തര ചർച്ചകൾ, സമവായ ശ്രമങ്ങൾ എന്നിവ അന്തിമ തീരുമാനത്തെ നിർണ്ണയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയമായി നിർണായകവും ആവേശകരവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം എങ്ങനെയാകുമെന്ന് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. As a member of Manjeshwar Gram Panchayat, do hereby solemnly swear in the name of Allah that I will bear true faith and allegiance to the Constitution of India as by law established, and that I will uphold the sovereignty and integrity of India, and that I will faithfully discharge my official duties. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ಅಲ್ಲಾಹುವಿನ ನಾಮത്തിൽ ಸತ್ಯಪ್ರತಿಜ್ಞೆ ചെയ്യുന്നു. ನಿಯಮಾನುಸಾರವಾಗಿ ಜಾರಿಗೆ ಬಂದಿರುವ ಭಾರತದ ಸಂವಿಧಾನಕ್ಕೂ ನಿಜವಾದ ನಂಬಿಕೆಯು ಮತ್ತು ಇಷ್ಟವನ್ನು ಹೊಂದಿರುತ್ತೇನೆಂದು, ಭಾರತದ ಸೌಭಾಗ್ಯವನ್ನು ಮತ್ತು ಸಂಗತಿಗಳನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಅಧಿಕೃತ ಕರ್ತವ್ಯಗಳನ್ನು ಸರಿಯಾಗಿ ನಿಲ್ಲಿಸೇನೆಂದು ಮತ್ತು ನನ್ನ ಸಾಧ್ಯತ್ವವನ್ನು ತಕ್ಕದಂಥ ಭಯವು ಮಮತ್ವವು ಆದವ ದುರುದ್ದೇಶವಿಲ್ಲದೆ ನೀಡಿಸೇನೆಂದು ಅಲ್ಲಾಹನ പേരിൽ സത്യപ്രതിജ്ഞ ಮಾಡ್ತೇನೆ.
ನಿಯಮಕೃತವಾಗಿ ಜಾರಿಗೆ ಬಂದಿರುವ ಭಾರತದ ಸಂವಿಧಾನಕ್ಕೆ ನಿಜವಾದ ನಂಬಿಕೆ ಮತ್ತು ನಿಷ್ಠೆಯ ಹೊಂದುತ್ತೇನೆಂದು ಭಾರತದ ಬಹುಮತ್ವ ಸಮಗ್ರತೆಯನ್ನು ಎತ್ತಿ ಹಿಡುತ್ತೇನೆ ಎಂದು ಮತ್ತು ನನ್ನ ಅಧಿಕೃತ ಕರ್ತವ್ಯಗಳನ್ನು ಸರಿಯಾಗಿ ನಿಷ್ಠೆಯಿಂದ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് കോലീബി സഖ്യം ആരോപിച്ച് CPIM ദേലമ്പാടി പഞ്ചായത്തിൽ BJP മുസ്ലിം ലീഗ് കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്നാണ് CPM ആരോപിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയുണ്ടായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് CPMന്റെ ആരോപണം. കാസർഗോഡ് ദേലമ്പാടി പഞ്ചായത്തിൽ സത്യപ്രതിജ്ഞയിലും കോലീബി വിവാദം ആരോപിച്ച് CPIM ചടങ്ങിനിടെ ഒരുമിച്ച് മുദ്രാവാക്യവുമായി UDFും BJPയും എത്തിയതാണ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനം. പഞ്ചായത്തിൽ കോലീബി സഖ്യമുണ്ടെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. അടൂർ 13-ാം വാർഡിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രത്തൻകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് സംഭവം. രത്തൻകുമാറിന് അഭിവാദ്യമർപ്പിച്ച് ഒരേ സമയം UDFും BJPയും മുദ്രാവാക്യം മുഴക്കി. UDFും NDAയും സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രത്തൻകുമാറിന് പിന്തുണ നൽകിയിരുന്നു. LDFിനെ പരാജയപ്പെടുത്തുവാനാണ് രത്തനെ സഖ്യസ്ഥാനാർത്ഥിയാക്കിയത്. 1.5 വർഷം മുൻപ് CPIMൽ നിന്നും പുറത്താക്കിയ ആളാണ് രത്തൻകുമാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന ഗിയാത്തത്തു തംകീൻ ആദര സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ശാക്തീകരിക്കപ്പെട്ട നേതൃത്വം എന്നർത്ഥമുള്ള ഗിയാദത്തു തംകീൻ എന്ന പേരിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന് കീഴിലെ നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ ഇത്തവണ വിജയം നേടിയ 35 ജനപ്രതിനിധികളെയാണ് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. അതേപോലെ റഷീദ VK 30-ാം വാർഡ് ഭാഗം നൽകുന്നത് മണ്ഡലം വനിതാ ലീഗിന്റെ ട്രഷറർ റോസിയ, അതും കൂടിയാണ്. മാഷാ അല്ലാഹ്. സ്നേഹഭാരം നൽകുന്നത് ഹാജറ, മണ്ഡലം വൈസ് പ്രസിഡന്റ്. സുലേഖ MP സ്നേഹഭാരം നൽകുന്നത് ഫൈറൂസ്. CH ടൗൺ ഹാളിൽ നടന്ന ആദര സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് റൈഹാനത്ത് പെരുമ്പട്ട അധ്യക്ഷത വഹിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K ഫാരിഷ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി, ട്രഷറർ ഷെരീഫ റൂസിയ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, വൈസ് പ്രസിഡന്റ് ജാദിയിൽ അസിനാർ, ട്രഷറർ ലത്തീഫ് നീലഗിരി, സെക്രട്ടറി റഫീഖ് കോട്ടപ്പുറം, NKP മുഹമ്മദ് കുഞ്ഞി, A മുസ്തഫ ഹാജി, ഹനീഫ പടന്ന, റഫീഖ് കാടങ്കോട്, ഹക്കീം തുരുത്തി, കാസിം ചാനടുക്കം, KP കുഞ്ഞായിഷ, TP റുക്സാന, CK മുംതാസ്, M ഹാജറ, MB സുലൈഖ, VK ഷമീമ, MK ഖദീജ, P മറിയം, ഫൈറൂസ അത്തൂട്ടി എന്നിവർ സംസാരിച്ചു. ദുബായ് KMCC ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ നിന്നും 23 ലക്ഷത്തിൽ പരം രൂപ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ചടങ്ങിൽ മണ്ഡലം ഭാരവാഹികൾ വഴി കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഡിസംബറിലെ തണുത്ത പകലുകളെ ആവേശഭരിതമാക്കി ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതലാണ് ആരംഭിച്ചത്.
ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ്, ചാമ്പ്യൻഷിപ്പ് എന്നീ ഇനങ്ങളിൽ ലീഗ് കം നോട്ടൌട്ട് അടിസ്ഥാനത്തിൽ 4 കളിക്കളങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ കായിക താരങ്ങൾക്ക് തൃക്കരിപ്പൂർ മുച്ചമ്മൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് താമസ സൗകര്യമൊരുക്കിയത്. വടക്കേ ഇന്ത്യയുടെയും തെക്കേ ഇന്ത്യയുടെയും ഭക്ഷണ മെനുവാണ് കളിക്കാർക്കും ഒഫീഷ്യൽസിനും 6 ദിവസങ്ങളിലായി തയ്യാറാക്കിയിട്ടുള്ളത്. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 300-ൽ പരം കായിക താരങ്ങളും 50-ൽ പരം ഒഫീഷ്യലുകളും പങ്കെടുക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിൽ ആദ്യമായി നടക്കുന്ന ടെന്നിക്കോയ്റ്റ് ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാണ് കുരുന്നു താരങ്ങൾ കാഴ്ചവെക്കുന്നത്. തൃക്കരിപ്പൂരിന് ഉത്സവച്ചായ നൽകി 6 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ കാണുവാൻ നിരവധി കായിക പ്രേമികൾ എത്തുന്നുണ്ട്. ഉറുമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 47 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2025-30 വർഷത്തേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുത്ത 47 ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. LDF 22, UDF 21, BJP 4 മുന്നണികളിലെ ജനപ്രതിനിധികളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർമാരായ TT സുരേന്ദ്രൻ, R രോഹിൻ രാജ്, ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറും നഗരസഭാ സെക്രട്ടറിയുമായ MK ഷിബു എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു. മുതിർന്ന അംഗം PV ചന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാൾ നടത്തിയ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കാഞ്ഞങ്ങാട് മണ്ഡലം MLA E ചന്ദ്രശേഖരൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മുൻ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർമാർ, പ്രമുഖർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വിളംബരം കുറിച്ച് ഫ്ലാഷ് മോബ് പര്യടനം നടന്നു. കലോത്സവ വേദിയായ മുഖ്രാൽ ഗവൺമെന്റ് VHSSൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മധുസൂദനൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി മീഡിയ ആൻഡ് പബ്ലിസിറ്റി വിഭാഗം സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് ജില്ലയിൽ പ്രചരണ പര്യടനം നടത്തി. കലോത്സവ വേദിയായ മൊക്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മധുസൂദനൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. അവശത മറന്ന് അദ്ദേഹം കുട്ടികൾക്കൊപ്പം മിനിറ്റുകളോളം നൃത്തച്ചുവട് വയ്ക്കുകയും ചെയ്തു. പബ്ലിസിറ്റി കൺവീനർ സിറാജുദ്ദീൻ SM, മൂസ MA, മീഡിയ കോർഡിനേറ്റർ കല്ലമ്പലം നജീബ്, രക്ഷാധികാരി M മുഹമ്മദ് ഇർഷാദ്, TK അൻവർ, മുഹമ്മദ് ആസിഫ്, അർഷദ് തവക്കൽ, ജയറാം മാസ്റ്റർ, ഷിഹാബ് കുത്തേടത്ത്, മുഹമ്മദ് അബ്കോ, SA അബ്ദുൽ റഹ്മാൻ, PJ സുസ്മിത, PP സായിന, ഫാത്തിയ തസ്നീം തുടങ്ങിയവർ പങ്കെടുത്തു. ഹൊസങ്കടി, ഉപ്പള, ബന്ദിയോട്, കുമ്പള, കാസർഗോഡ് ബസ് സ്റ്റാൻഡ്, ചെർക്കള, സിവിൽ സ്റ്റേഷൻ തുടങ്ങി 10 കേന്ദ്രങ്ങളിൽ ടീം ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഫ്ലാഷ് മോബിന് ചെർക്കളയിൽ വ്യാപാരി വ്യവസായികൾ സ്വീകരണം നൽകി. സിവിൽ സ്റ്റേഷനിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കാര്യാലയം, ട്രഷറി തുടങ്ങിയ ഓഫീസിലെ ജീവനക്കാർ അഭിവാദ്യമർപ്പിച്ചു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിറഞ്ഞ സദസ്സിൽ ആദ്യ ദിവസത്തെ ഫ്ലാഷ് മോബ് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഖത്തറിലെ മികച്ച വളണ്ടിയർ സേവനത്തിനുള്ള ഈ വർഷത്തെ ഫിഫ അവാർഡിൽ മലയാളി തിളക്കം. കാസർഗോഡ് ബംബ്രാണ സ്വദേശി സിദ്ദിഖ് നമ്പിടി ലുസൈൽ ഫാൻ സോണിൽ നടന്ന ആഘോഷ പരിപാടിയിൽ അണ്ടർ 17 വേൾഡ് കപ്പ് വിഭാഗത്തിൽ മികച്ച സേവനത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങി കേരളത്തിന്റെ അഭിമാനമായി മാറി. ഖത്തറിലെ മികച്ച വളണ്ടിയർ സേവനത്തിനുള്ള ഈ വർഷത്തെ ഫിഫ അവാർഡിൽ മലയാളി തിളക്കം. കാസർഗോഡ് ബംബ്രാണ സ്വദേശി സിദ്ദിഖ് നമ്പിടി വെള്ളിയാഴ്ച ലുസൈൽ ഫാൻ സോണിൽ നടന്ന ആഘോഷ പരിപാടിയിൽ അണ്ടർ 17 വേൾഡ് കപ്പ് വിഭാഗത്തിൽ മികച്ച സേവനത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങി കേരളത്തിന്റെ അഭിമാനമായി മാറി. ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ്, ഫിഫ അറബ് കപ്പ്, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നീ 3 അന്താരാഷ്ട്ര ടൂർണമെന്റുകൾക്കായി ഫിഫ നേരത്തെ വളണ്ടിയർ അപേക്ഷ ക്ഷണിച്ചിരുന്നു. 25,000 അപേക്ഷകളിൽ നിന്നും 4,500 വളണ്ടിയർമാരെയാണ് തെരഞ്ഞെടുത്തത്. ഇതിലെ ഓരോ വിഭാഗത്തിലെയും ഓരോ സ്റ്റേഡിയത്തിലെയും മികച്ച വളണ്ടിയർമാരെയാണ് വെള്ളിയാഴ്ച ലുസൈൽ ഫാൻ സോണിൽ നടന്ന വിജയാഘോഷ ചടങ്ങിൽ അനുമോദിച്ചത്. മികച്ച സേവനത്തിനാണ് സിദ്ദിഖ് അവാർഡിന് അർഹനായത്.
ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി CEO ജാസിം അൽ ജാസിം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹയ മുഹമ്മദ് അൽ നൈമി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഖത്തറിലെ വിവിധ ദേശീയ അന്തർദേശീയ പരിപാടികളിൽ സേവന രംഗത്ത് നിറസാന്നിധ്യമാണ് സിദ്ദിഖ്. കഴിഞ്ഞ വർഷം ഖത്തറിൽ നടന്ന ദോഹ എക്സ്പോ 2023 ഏറ്റവും കൂടുതൽ ഷിഫ്റ്റിൽ സേവനമനുഷ്ഠിച്ചതിനുള്ള അവാർഡും സിദ്ദിഖ് നേടിയിരുന്നു. ബംബ്രാണ സ്വദേശിയായ സിദ്ദിഖ് 15 വർഷമായി ഖത്തറിൽ പ്രവാസിയാണ്. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നടത്തുന്ന സഹകരണ സംരക്ഷണ ജാഥയുടെ സംഘാടക സമിതി രൂപവൽക്കരണ യോഗം നടന്നു. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് നടത്തുന്ന സഹകരണ സംരക്ഷണ ജാഥയുടെ സംഘാടക സമിതി രൂപവൽക്കരണ യോഗം നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ ചില ആളുകൾ കൊട്ടിഘോഷിച്ചിരുന്നത് ഈ സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയതും നിലനിർത്തിയതും അവരാണ് എന്നാണ്. അപ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എങ്കിലും ഇതിപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്തതിൻ്റെ ക്രെഡിറ്റ് അവർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മുടെ അധ്യക്ഷൻ കാര്യങ്ങൾ വിശദമായി പ്രതിപാദിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും ഒരു സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ നല്ല അറിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും പക്ഷാന്തരമില്ല. സെക്രട്ടറി ഒരു സഹകരണ സ്ഥാപനത്തിൽ എത്രമാത്രം മുഖ്യ ഘടകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുല്ല കുഞ്ഞി ചെർക്കള, വസന്തൻ അജക്കോട്, CV അജയൻ, TC ലൂക്കോസ്, C ശ്രീകല, എബ്രഹാം കുര്യാക്കോസ്, M കുഞ്ഞമ്പു നമ്പ്യാർ, CV ജെയിംസ്, സുകുമാരി ശ്രീധരൻ, PK പ്രകാശ് കുമാർ, C ജയൻ, സുജിത് പുതുക്കൈ, M രാജീവൻ നമ്പ്യാർ, KV ഭക്തവത്സൻ, T ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള സർക്കാർ നടപടിക്കെതിരെയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് സഹകരണ സംരക്ഷണ ജാഥ നടത്തുന്നത്. ജനുവരി 4 വൈകിട്ട് ചെർക്കളയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ജാഥ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കാൽ നയിക്കുന്ന ജാഥ 13 സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 40 വർഷത്തിൽ പരം നാളുകളായി കാസർഗോഡിന്റെ സ്വർണ്ണ തിളക്കമായി നിലകൊള്ളുന്ന ബിന്ദു ജ്വല്ലറിയിൽ വർണ്ണോത്സവത്തിന് തുടക്കമായി. ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവവും ഒപ്പം ആഘോഷ രാവുകളുമായി കൈനിറയെ സമ്മാനങ്ങളുമായാണ് കാസർഗോഡ് കാത്തിരുന്ന വർണ്ണോത്സവം ആരംഭിച്ചത്. ബിന്ദു ജ്വല്ലറിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരവും വ്യത്യസ്തതയാർന്നതുമായ പരിപാടി കാസർഗോഡിന്റെ ആഘോഷമായി മാറുകയാണ്. 40 വർഷത്തെ പാരമ്പര്യം, വിശ്വാസം, വിശുദ്ധി, കരകൗശല വൈദഗ്ധ്യം എന്നിവയുടെ പര്യായമായി മാറിയ ബിന്ദു ജ്വല്ലറി 4 പതിറ്റാണ്ടിലേറെ നീണ്ട മികവിൻ്റെ ആഘോഷങ്ങളുടെ നിറവിൽ. ഇക്കാലയളവിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തും പൊതുപ്രവർത്തന ആതുര സേവന രംഗങ്ങളിലും ബിന്ദു ജ്വല്ലറി തങ്ങളുടെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ മുതൽ ജൂൺ കാലയളവിലായി പരിസ്ഥിതി വാരാചരണം, ലഹരി വിരുദ്ധ ക്യാമ്പ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഡോക്ടേഴ്സ് ഡേ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഭരണ ശേഖരങ്ങളുടെ പുതുമ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനായി വിവിധതരം ഫെസ്റ്റുകളും സംഘടിപ്പിച്ചു. ഇതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് വർണ്ണോത്സവം എന്ന മെഗാ ഫെസ്റ്റ് ബിന്ദു ജ്വല്ലറിയിൽ ആരംഭിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണി മുതൽ നടക്കുന്ന പഴയകാല കസ്റ്റമേഴ്സിനുള്ള ആദരവ്, വിവിധ കലാസാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ്, അതിനുശേഷം നടക്കുന്ന വിവിധയിനം കലാപരിപാടികൾ എന്നിവയാണ് വർണ്ണോത്സവത്തിന്റെ പ്രത്യേകത. വർണ്ണോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കാസർഗോഡ് MLA നെല്ലിക്കുന്ന് നിർവഹിച്ചു. പലതും നേടിയെടുക്കാൻ സാധിക്കും. ഒന്ന്, സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ. നമ്മൾ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല. ആരെയും വഞ്ചിച്ച് ആരെയും കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദൈവം പ്രിയപ്പെട്ട കണ്ണേട്ടൻ്റെ കൂടെ അദ്ദേഹം മരണപ്പെടുന്നത് വരെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ആ ദൈവത്തിൻ്റെ സഹായം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഈ 2 പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഉണ്ടായി. അതാണ് ബിന്ദു ജ്വല്ലറിയുടെ വളർച്ചയ്ക്ക് നിദാനം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്,
ഇപ്പോൾ കാസർകോട്ടെ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ച ഒരു സ്ഥാപനമാണ് ബിന്ദു ജ്വല്ലറി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിവിൽ പോലീസ് ഓഫീസർ ഹരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിവിധ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാസർഗോഡ് ജില്ലയിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവും നൽകി. കുഞ്ഞിക്കണ്ണൻ ആയത്താർ പാലക്കുന്ന്, അബൂബക്കർ ഹാജി, ജിനു ക്ലീറ്റേഴ്സ്, ചിത്ര, ഗായത്രി കിണി, രാജൻ പണിക്കർ, വരദരാജ് പണിക്കർ, ശ്രീവിദ്യ ബറോട്ടി, ഡോക്ടർ രാജേഷ് കാടകം, റസ്ന എന്നിവരെയാണ് ആദരിച്ചത്. വർണ്ണോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 5 വരെ ആഘോഷ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും. ഡിസംബർ 24 ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനം നടത്തും. ഡിസംബർ 24 പരിപാടി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 31 പുതുവത്സരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുൻ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കും. വർണ്ണോത്സവത്തിന്റെ സമാപന ദിന പരിപാടികൾ ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നജുമുന്നിസ വാർഡംഗമായി ചുമതലയേറ്റതോടെ മംഗൽപാടി പഞ്ചായത്തിലെ 5ാം വാർഡിൽ വികസന സ്വപ്നങ്ങൾ നിറയുന്നു. നാടിൻ്റെ ഓരോ തുടിപ്പുകളും കൃത്യമായി അറിയാവുന്ന നജുമുന്നിസ നാടിൻ്റെ സമഗ്ര വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക എന്ന ഉറപ്പാണ് നൽകുന്നത്. പൊതുജന സേവനം കൈമുതലാക്കി തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി നാടിൻ്റെ പ്രിയങ്കരിയായി മാറിയ നജുമുന്നിസ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വാർഡംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മംഗൽപാടി പഞ്ചായത്തിലെ 5ാം വാർഡിൽ നിന്നും 400-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയായ നജുമുന്നിസ വിജയിച്ചത്. പൊതുജന സേവന രംഗത്തെ സജീവ സാന്നിധ്യമായതിനാലാണ് നജുമുന്നിസയെ UDF ഈ വാർഡിൽ മത്സര രംഗത്തിറക്കിയത്. മികച്ച പ്രചരണവും വികസന കാഴ്ചപ്പാടുകളും പങ്കുവെച്ചുകൊണ്ടുള്ള നജുമുന്നിസയുടെ പ്രചരണം നാടിൻ്റെ മാറ്റത്തിനുള്ള വിളംബരമായി മാറുകയായിരുന്നു. കുടുംബശ്രീ അംഗവും കാരുണ്യ പ്രവർത്തകയും കൂടിയായതിനാൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിച്ചേരുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുവാനും നജുമുന്നിസയ്ക്ക് സാധിച്ചു. ആത്മാർത്ഥമായ ഇടപെടലുകളും അവശ ജനവിഭാഗങ്ങളോട് കാണിക്കുന്ന കരുണയുമെല്ലാം പ്രചരണവേളയിൽ തന്നെ നജുമുന്നിസയെ നാടിൻ്റെ പ്രിയ നേതാവാക്കി മാറ്റി. നാടിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയാവുന്ന നജുമുന്നിസയ്ക്ക് ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുവാനാകുമെന്ന് ജനസമക്ഷം ബോധിപ്പിക്കുവാൻ സാധിച്ചു. ജനവിധി വന്നപ്പോൾ ഏറ്റവും വലിയ വിജയമാണ് ഈ UDF സ്ഥാനാർത്ഥി നേടിയത്. നാട് കാത്തിരുന്ന ഈ വിജയം നാട്ടുകാരും പാർട്ടി പ്രവർത്തകരുമെല്ലാം വൻ ആഘോഷം തന്നെയാക്കി മാറ്റി. ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് നന്ദി അറിയിച്ചാണ് നജുമുന്നിസ വിജയം പങ്കുവെച്ചത്. വൻ ജനാവലിയെ സാക്ഷിയാക്കി നജുമുന്നിസ മംഗൽപാടി പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം ജനങ്ങളുടെ ഏതു പ്രശ്നത്തിനും ഒപ്പമുണ്ടാകുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നജുമുന്നിസ നാടിനെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബന്ദിയോട് കാത്തിരുന്ന വിജയമാണ് ജനകീയ നേതാവായ അബ്ദുൽ അസീസ് മരിക്കെ നേടിയത്. നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന പ്രിയ നേതാവിൻ്റെ ഉറപ്പ് നാട്ടുകാർ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ അബ്ദുൽ അസീസ് മരിക്കെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബന്ദിയോട് ഡിവിഷനിൽ നിന്നും മികച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അബ്ദുൽ അസീസ് മരിക്കെ വിജയിച്ചു കയറിയത്. 3 വർഷം മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ജനസേവനം നടത്തിയ അബ്ദുൽ അസീസ് മരിക്കെ UDF മഞ്ചേശ്വരം നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയാണ്.
പാർട്ടി രംഗത്തെ അനുഭവ സമ്പത്തുമായി മികച്ച ജനപിന്തുണയോടുകൂടി മത്സരരംഗത്തിറങ്ങിയ അബ്ദുൽ അസീസ് മരിക്കെ നാടിൻ്റെ വികസനം മുൻനിർത്തിയുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചായിരുന്നു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആദർശശാലിയും ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഈ ജനകീയ നേതാവിനെ വോട്ടർമാർ ഹൃദയത്തിലേറ്റുകയായിരുന്നു. നാടിൻ്റെ സമഗ്ര വികസനത്തിനായുള്ള ഇടപെടലുകളുമായി എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രചരണ വേളയിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രിയ നേതാവായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി അബ്ദുൽ അസീസ് മരിക്കെ നടന്നു കയറിയപ്പോൾ ഒരു നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്കാണ് ചിറക് മുളച്ചത്. നാട് കാത്തിരുന്ന ഇദ്ദേഹത്തിൻ്റെ വിജയം നാട്ടുകാരും സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരുമെല്ലാം വലിയൊരു ആഘോഷം തന്നെയാക്കി മാറ്റിയിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അബ്ദുൽ അസീസ് മരിക്കെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി അധികാരമേറ്റു. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഏറ്റവും മികവാർന്ന രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്നും മുന്നിലുണ്ടാകുമെന്നതിനാൽ തന്നെ അബ്ദുൽ അസീസ് മരിക്കെ നാടിൻ്റെ വികസന നായകനാകുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ഇടവകയും KCYM മേഖലാ ഘടകവും സംയുക്തമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കരോൾ നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. കാഞ്ഞങ്ങാട് ഉണ്ണിമിശിഹ ഫെറോന ഇടവകയും KCYM മേഖലാ ഘടകവും സംയുക്തമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ടൗൺ ഹാൾ പരിസരത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടത്തിയ ആഘോഷപരമായ കരോൾ നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. ചിറ്റാരിക്കാൽ അതിരൂപത പള്ളി വികാരി ഫാദർ നിഖിൽ ആട്ടോക്കാരൻ ക്രിസ്മസ് സന്ദേശം നൽകി. ഉണ്ണിമിശിഹ ഫെറോന പള്ളി വികാരി ഫാദർ ജോർജ് കളപ്പുര, ഫാദർ ജോസ് അവന്നൂർ, KCYM ഫെറോന ഡയറക്ടർ ഫാദർ ജോബിൻ പള്ളിക്കൽ, ഫാദർ ജോയൽ മുകളേൽ, ഫാദർ അമൽ തൈപ്പറമ്പിൽ, ഫെറോന കോർഡിനേറ്റർ വിക്ടർ കോടിമറ്റം, രാജ് സെബാൻ വടക്കേമറ്റം, ഷാജി കുമ്പളങ്ങന്താനം, CA പീറ്റർ, സാജു വെള്ളേപ്പള്ളി, CB തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 42 വർഷമായി ജന്മദേശം നടത്തുന്നത് ധീരമായ പത്രപ്രവർത്തനമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ജന്മദേശത്തിന്റെ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പത്രം വിജയകരമായ 42 വർഷവും പിന്നിടാനുള്ള കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജന്മദേശം പത്രത്തിന്റെ 42ാം വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി.
ജവഹർലാൽ നെഹ്റുവാണ് 3 ഭാഷയിൽ നാഷണൽ ഹെറാൾഡ്, അതുപോലെ തന്നെ ഖാമി ആവാസ്, പിന്നെ 3ാമത്തെ ഒരു പത്രം. അപ്പോൾ ആ പത്രങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റു ആ പത്രത്തിൽ ഒരിക്കൽ പറഞ്ഞു, ഫ്രീഡം ഈസ് ഇൻ പെരിൽ, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഓൾ മൈറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യം അപകടത്തിലാണ്. ആ സ്വാതന്ത്ര്യത്തെ അപകടത്തിലായി സ്വാതന്ത്ര്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായി ഡിഫെൻഡ് വിത്ത് ആൾ യുവർ മൈറ്റി, നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് അതിനെ എതിർക്കണം എന്നാണ് പറയുന്നത്. 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആ പത്രം നിരോധിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ കേരളത്തിലെ മലയാള ദിനപത്രങ്ങളിൽ ഏറെ, ഇവിടെ കുറിച്ചിത്താനം തന്നെ വന്നത് അദ്ദേഹം ദീപികയിലൂടെയാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ദീപിക. അപ്പോൾ 83-ൽ ആരംഭിച്ച ഈ ജന്മദേശം കഴിഞ്ഞ 42 വർഷക്കാലം അനുഭവിച്ച പീഡന കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളിൽ മലയാള പത്രങ്ങൾ വഹിച്ച പങ്കും അവരവഹിച്ച യാതനകളും വേദനകളും ഒക്കെ എത്ര വലുതാണെന്ന് നമ്മൾ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയകളുടെ കാലമാണിത്. എന്നാൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം പലപ്പോഴും അതിരുകൾ കടക്കുകയാണ്. വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടന്മാരാവുകയാണ്. ഒരാളെ അപകീർത്തിപ്പെടുത്തി ആക്രമിക്കുന്നതിനെ മാധ്യമ സ്വാതന്ത്ര്യമായി കാണാൻ കഴിയില്ല. ദിവാനല്ല ദൈവം തന്നെ തെറ്റ് ചെയ്താലും ഞാൻ അത് എഴുതും എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടാണിത്. എന്നാൽ തെറ്റ് ചെയ്യാത്ത ദൈവങ്ങളെ തെറ്റുകാരനാക്കരുത്. പലപ്പോഴും ചില സോഷ്യൽ മീഡിയകൾ അതാണ് ചെയ്യുന്നത്. ആ രീതി ശരിയല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ പി പി മുഹമ്മദ് റാഫി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി, ജില്ലാ പഞ്ചായത്ത് അംഗം കെ സബീഷ്, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ, ബാലതാരം ശ്രീപദ് ധ്യാൻ, YMCA പ്രസിഡന്റ് സാജു തോമസ്, സിജോ എം ജോസ് എന്നിവർ സംസാരിച്ചു. ചീഫ് എഡിറ്റർ മാനുവൽ കുറിച്ചിത്താനം സ്വാഗതവും സേതു മംഗളം നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ബിസിനസ്സുകാരൻ BR ഷേനായി, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ T അബൂബക്കർ ഹാജി, പ്രശസ്ത വയലിനിസ്റ്റ് ആദ്യ വിജയൻ, വാർത്താ വായനയിൽ 5 കൊല്ലം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനി വേദിക, ചലച്ചിത്ര താരങ്ങളായ റിഹാരാജ്, ജിയ രാജ്, നൃത്താധ്യാപകൻ റെജി മാർട്ടിൻ ജോൺ, പ്രശസ്ത ഗായിക സാനിമ സതീശൻ, സിനിമാ താരം ആവണി ആവൂസ്, ബാലമജീഷ്യൻ ഹൃദയ് ദേവ്, ഡോക്യുമെന്ററി നിർമ്മാതാവ് ചന്ദ്രൻ കാരളി, നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെയും അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആദരിച്ചു. ആദ്യ വിജയന്റെ വയലിൻ വിസ്മയവും സാനിമ സതീഷിന്റെ നാടൻപാട്ടും ഹൃദയദേവ് മാജിക്കും ഗീത അശോകിന്റെ സിനിമാ ഗാനവും കാരളി തത്വമസി മൂവീസിന്റെ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷ പരിപാടിക്ക് കൊഴുപ്പേകി. MP, MLA, കാഞ്ഞങ്ങാട് നീലേശ്വരം നഗരസഭാ ചെയർമാൻമാർ, അജാനൂർ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം, സിനിമാ സീരിയൽ താരങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നഗരത്തിൽ നിന്നും പട്ടാപകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് വൻ കള്ളനോട്ട് ശേഖരവും നോട്ടെണ്ണൽ യന്ത്രവും കണ്ടെത്തി. സപ്തഭാഷാ സംഗമ ഭൂമിയിൽ സത്യപ്രതിജ്ഞയിലും ഭാഷാ വൈവിധ്യം. കാസർഗോഡ് നഗരസഭയിലേക്ക് അംഗങ്ങൾ വിവിധ ഭാഷകളിലായാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗോവിന്ദപ്പൈ സ്മാരകമായ ഗിളിവിണ്ടുവിൽ നടന്നു. മംഗൽപാടി പഞ്ചായത്തിൽ ഷമീന ടീച്ചർ സത്യപ്രതിജ്ഞ ചെയ്തത് ഉറുദു ഭാഷയിൽ. കാസർഗോഡ് കോലീബി സഖ്യം ആരോപിച്ച് CPIM. ദേലമ്പാടി പഞ്ചായത്തിൽ BJP, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്ന് CPM ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു.
ഡിസംബറിലെ തണുത്ത പകലുകളെ ആവേശഭരിതമാക്കി ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് മത്സരം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.